எங்கதான் வச்சாங்க புரியவே மாட்டேங்கிறது. எங்க எல்லாம் தேடுறது நான்? என்ன கனகவல்லி ரொம்ப கோபமா தெரியுது? என்ன லட்சு, இங்க ஒரு பொருள் வச்சா காணமே காணும். எங்க எல்லாம் தேடுறது தெரியுமா? എങ്ങനെ കാണാനാ? അമ്മൂമ്മയും കൂടെ അടുക്കളയിൽ കയറി പെരുമാറി കഴിഞ്ഞാ പിന്നെ ഒരു ഭാഗം ഇവിടെ കാണൂല. எவ்வளவுதான் தேடுறது? ஏ லட்சு, இந்த அம்மாட்ட ஏதோ சொன்னாலும் புரிய மாட்டேங்குது. എന്തോ അടി, എന്തോ ചുമച്ചോണ്ട് സിഗ്നൽ കൊടുത്തേ? എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാ. ഒന്നും ഇല്ലമ്മാ. എന്തോ ഉണ്ട്. അപ്പൊ നീയും എൻ്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയില്ലയോ? അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയാണ്. ഒരു സാധനം എടുത്ത് അതിന് എട്ടെടുത്ത് വെക്കില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ ദേഷ്യപ്പെടും. ഇതൊക്കെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ എപ്പോഴാണ് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ എന്തോ വെച്ചെടുത്ത് വെക്കാത്തത്? ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അതെന്താ കനവ അങ്ങനൊക്കെ പറയുന്നത്? அம்மா சும்மா அம்மா, நான் கடுகு எங்க கேட்டேன் அவ்வளவுதான். அதுக்கு தான் இவ்வளோ பில்டப்ல கையில இருந்து போட்டு சொல்றா. ആ കൊച്ചുനാളി മുതലേ ലച്ചു കൈ നിട്ട് പറയാൻ ഭയങ്കര മിടിക്കുക. പ്രത്യേകിച്ചും എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും അവള് പാഴാക്കാറില്ല. കനകാന്റി കൊള്ളാല. പിന്നെ കിട്ടുന്ന അവസരം പാഴാക്കുന്നത് ഞാനല്ല, അമ്മുമ്മയാണ്. ഒരു കൊച്ചുമോളൊന്നും ചിന്ന പോലെ അമ്മുമ്മ തരാറുണ്ടോ? ഇല്ലല്ലോ. എന്നെ കണ്ണി കണ്ടതൊക്കെ വിളിച്ച് പറയാറില്ലേ? ശപിക്കാറില്ലേ? ദേഷ്യപ്പെടാറില്ലേ? ഒച്ചെടുക്കാറില്ലേ? എന്തുവാ ലച്ചു നീ പറഞ്ഞേ? ഞാൻ എപ്പോഴാ നിന്നെ ശപിച്ചിട്ടുള്ളത്? ഞാൻ എപ്പോഴാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തോന്ന് രാവിലെ തന്നെ തുടങ്ങിയ അംഗമേ? എന്തുവാടാ ഇത്? പറയാനൊന്ന് പേടിപ്പിക്കുന്നോ? ഞാനാ പേടിപ്പിച്ചത്. லட்சு நீ போமா, நான் இந்த வேலையெல்லாம் பண்ணிக்கிறேன். വേറെ എല്ലാം പണിക്കറ കൈയും കെട്ടി നോക്കി ഇരിക്കുന്നുണ്ടില്ലയോ? ചേച്ചി ഇങ്ങനെ കൈയൊക്കെ കെട്ടി മാറി നിൽക്കും. ശരിക്കുള്ള പ്രശ്നം വന്നാ ഗോതയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ പുലിയാണ്. ഓ ഭയങ്കര പുലിയാണ് പുലി. ഒരു വകയും ചെയ്യാതെ എൻ്റെ സാരി എടുത്ത് കൊടുത്തോണ്ട് ഒരുങ്ങി കെട്ടി ഇങ്ങനെ അങ്ങ് നിൽക്കുമല്ലയോ? അത് അമ്മൂമ്മ പറഞ്ഞത് കറക്റ്റാ. അമ്മൂമ്മയുടെ സാരിയെ കൊടുത്ത് ഒരുങ്ങി കെട്ടിയാണ് നിൽക്കുന്നത്. പിന്നെ പണിയെടുക്കുന്ന കാര്യം അത് ഞാൻ ഇന്ന് എടുക്കാൻ പോണില്ല. എന്താണാവോ കാര്യം? സിദ്ധുവിന്റെ കോളെ എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ അടുക്കള പണിയെടുത്തോണ്ടിരിക്കുവാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റത്തില്ല? ഫോൺ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ വലിയ വലിയ VIP ആൾക്കാരെ കൊള്ളാമല്ല അമ്മൂമ്മ. അവര് വീഡിയോ കോൾ ചെയ്യണതിന്റെ ഇടയിൽ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് വേർത്തൊലിച്ചൊക്കെ പോകുന്ന ഭയങ്കര മോശമല്ലേ? ഒരു വൃത്തി വേണ്ടേ അമ്മൂമ്മ? അതുകൊണ്ടാ. പിന്നെ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാം. സിദ്ധു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുഖത്തെ കരിയും വേർപ്പും അതും ഇതൊക്കെ തുടച്ചിട്ടൊക്കെ വന്ന് നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് സംസാരിച്ചോളണം. നാണക്കേട് ഉണ്ടാക്കരുത് പ്ലീസ്. വലിയ വലിയ ആൾക്കാരെ കൊള്ളതാ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറണോ? ഡ്രസ്സ് മാറുമെന്ന് ചോദിച്ചാൽ ആ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. പിന്നെ ആ മുടി അതൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അറബ് അവന് എത്ര ഭാര്യമാരുണ്ടാവുമല്ലോ? സാധാരണ അവിടെയുള്ള അറബുമാർക്കൊക്കെ ഒരു 2-3 ഭാര്യയൊക്കെ ഉണ്ടാവാറുണ്ട്. നിന്നെ പോലെ അല്ലേ? അല്ല, നിനക്ക് കാമുകിമാര്, പുള്ളിക്ക് ഭാര്യമാര്, എല്ലാം കണക്കൊക്കെ. വേണ്ടേ? അത് വേണ്ടേ? അത് ഇങ്ങോട്ട് വേണ്ടേ? പിന്നെ വേറൊരു കാര്യം കൂടെ, സിദ്ധുവിന്റെ കോള് വരുമ്പോഴേ മക്കളെ, ചേട്ടാ, അളിയ, കൊച്ചാ, അച്ചച്ചാന്നൊന്നും വിളിച്ചോട് ചെല്ലരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അമ്മൂമ്മ. ഞാൻ എന്താ പറയുന്നത്? ഞാൻ നോക്കാനേ വരുന്നില്ല. പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആ പ്രശ്നം തീർന്നു, സന്തോഷം. മോനെ, ഞാൻ വേർത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് ടച്ചൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ സമയത്തേക്ക് കാണും? 10 മണി. ഇവിടത്തെ അല്ലടാ, അവിടത്തെ. അവിടുത്തെ 7:30. സിദ്ധു പെണ്ണിട്ട് കുളിച്ച് പരിപാടിക്ക് ചേച്ചിക്ക് ഇച്ചിരി മുല്ലപ്പൂ ഒഴിച്ചിരു. മുല്ലപ്പൂ. മുല്ലപ്പൂ എന്തിന്? തലേ വെക്കാൻ, വേറെ എന്തിന്? എടാ, അറബിയുടെ ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നല്ല ഇംപ്രഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഒരു നാടൻ ലുക്കൊക്കെ തോന്നിയ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ പിടിക്കാന്ന് വിചാരിച്ചിട്ടാ. മേടിച്ചിരും. ഓ, അതൊക്കെ മേടിച്ചുതരാം. ഈ മുല്ലപ്പൂ മേടിക്കാൻ പോകുന്നുള്ളത് പണ്ടത്തെ പോലെ അല്ല. അതിനെ പണി പിടിച്ച കേസാണ് അമ്മൂമ്മോ. ഈ കാക്കനാട് വരെ പോണം, ഭയങ്കര വെയില്, ചൂട്, പിന്നെ മുല്ലപ്പൂവിന്റെ കാച്ച് പോണോ? അനിയ 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 വാരിക്കോരി തരാടാ കാശ്. അക്കൗണ്ടിലേക്ക് ഇട്ട് തരാടാ. അക്കൗണ്ട്? ഓക്കെ. എത്ര മാസം വേണം? ഈ സാരി കൂടെ ഒന്ന് പിടിച്ചു. വേറെ ഫണ്ടാണ് അതിന്. ഒന്ന് പിടിച്ചിടാടാ. പിടിച്ചിട്ട് കൂടെ ഇതിനല്ലേ കറക്റ്റ് ഹൈറ്റ് അല്ലേ? കൊച്ചിനെ വിളി, കറക്റ്റ് ഹൈറ്റ് ആണ്. അതാകുമ്പോ ഒരേ ഹൈറ്റിന് ചെയ്യാലോ. ഇനി അവിടെ ഇതിനു വേണ്ടി എവിടെ ഇരിക്കണ്? അടുക്കള നിന്നട്ടെ, എനിക്ക് ചൂട് വേർക്കിട് കൊണ്ടുപോവാ. ഫ്രിഡ്ജിനകത്ത് കയറി എളുപ്പമായിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.